ഗ്യാസ് ട്രബിളിന് മരുന്ന് അടുക്കളയിൽ. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലും ഗ്യാസ് ട്രബിൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരുണ്ടാകില്ല. ആളുകൾ സ്ഥിരം പറയുന്ന പരാതികളിൽ ഒന്നാണിത്. ഗ്യാസ് ട്രബിൾ പലരിലും പലവിധ ലക്ഷണങ്ങളാവും ഉണ്ടാക്കുന്നത്. പലപ്പോഴും ലക്ഷണങ്ങൾ വ്യക്തമായി പറയാനും സാധിച്ചെന്നു വരില്ല. വയർ വീർത്തു നിൽക്കുന്ന പ്രതീതി, വയർസ്തംഭനം, തികട്ടിവരൽ, പുകച്ചിൽ, നെഞ്ചരിച്ചിൽ, നെഞ്ച് നിറഞ്ഞതുപോലെ തോന്നുക, വയറിന്റെ പല ഭാഗത്തും വേദന എന്നിങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എപ്പോഴാണ് ഗ്യാസ് വരുന്നത്, എപ്പോഴാണത് കൂടുന്നത് എന്നിവയൊക്കെ പലരിലും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഭക്ഷണം കഴിച്ച ശേഷമാണ് വയറിൽ ഗ്യാസ് നിറഞ്ഞതായി തോന്നുക. മറ്റു ചിലർക്കാകട്ടെ വിശന്നിരിക്കുമ്പോൾ ഗ്യാസ് നിറയും. എന്താണ് ഗ്യാസ്? നാം ഭക്ഷണം കഴിക്കുകയോ പാനീയങ്ങൾ കുടിക്കുകയോ അല്ലെങ്കിൽ ഉമിനീർ ഇറക്കുകയോ ചെയ്യുമ്പോൾ ചെറിയ അളവിൽ വായു കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. ഇത് വയറ്റിൽ ശേഖരിക്കപ്പെടുന്നു. ദഹനവ്യൂഹത്തിലുള്ള വായു പ്രധാനമായും ഓക്സിജനും നൈട്രജനുമാണ്. ഭക്ഷണം ദഹിക്കപ്പെടുമ്പോൾ വായു ഹൈഡ്രജൻ, മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ് രൂപത്തിൽ പുറത്തുവിടുന്നു. ഗ്യാസ് പല വിധത്തിലുണ്ടാവാം. ചിലതരം ഭക്ഷണങ്ങളുടെ ദഹനത്തിന്റെ ഭാഗമായോ മുഴുവനും നന്നായി ദഹിക്കപ്പെടാതിരിക്കുമ്പോഴോ ഗ്യാസ് ഉണ്ടാവാം. ചെറുകുടലിൽ നന്നായി ദഹിക്കാത്ത ഭക്ഷണം വൻകുടലിൽ ഗ്യാസ് ഉണ്ടാക്കാം. അന്നനാളം, വയറ്, നെഞ്ച് എന്നിവിടങ്ങളിലെ പലവിധ രോഗങ്ങളും ഗ്യാസ് ട്രബിളിനു കാരണമാകാറുണ്ട്. അതിനാൽ സ്ഥിരമായി ഗ്യാസ് പ്രശ്നം അനുഭവിക്കുന്നവർ കൃത്യമായ വൈദ്യപരിശോധനയിലൂടെ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തണം. ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രധാനമായും സങ്കീർണ അന്നജങ്ങളും ഭക്ഷ്യനാരുകളും കൂടുതലായി കാണപ്പെടുന്നു. ഒരേ ഭക്ഷണം എല്ലാവരിലും ഗ്യാസ് ഉണ്ടാക്കണമെന്നില്ല. എന്നാലും ഭൂരിഭാഗം ആളുകളിലും ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രധാന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയാണ്: കാബേജ്, കോളിഫ്ലവർ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, അണ്ടിപ്പരിപ്പ്, ഈസ്റ്റ് അടങ്ങിയ ബേക്കറി വിഭവങ്ങൾ. എന്തുകൊണ്ട് ഗ്യാസ്? പയറുവർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടുള്ള സങ്കീർണ അന്നജങ്ങൾ ദഹിക്കാൻ പ്രയാസമാണ്. ഇവയെ ദഹനവ്യൂഹത്തിലെ സൂക്ഷ്മാണുക്കൾ വൻകുടലിൽ വെച്ച് ആഹാരമാക്കുകയും മീഥേൻ ഗ്യാസ് ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യും. പാലുൽപ്പന്നങ്ങളോട് അലർജി ഉള്ളവരിലും ദഹിക്കപ്പെടാത്ത പാൽ ബാക്ടീരിയ ആഹാരമാക്കുമ്പോൾ ഗ്യാസ് രൂപപ്പെടും. ഭക്ഷ്യനാരുകൾ അധികമായി പെട്ടെന്ന് ശീലമാക്കുന്നവരിലും ഇതേ രീതിയിൽ ഗ്യാസ് ഉണ്ടാവാം. ഏറ്റവും പ്രധാനം ഗ്യാസ് ഉണ്ടാവുന്ന ഭക്ഷണങ്ങളെ കുറിച്ചുള്ള അവബോധം തന്നെയാണ്. ഇത്തരം ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഭക്ഷണം കുറേശ്ശെ ഇടയ്ക്കിടെയായി കഴിക്കുക. സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നന്നായി ചവച്ചരച്ച് സാവധാനത്തിൽ മാത്രം ഭക്ഷണം കഴിക്കുക. ധൃതിയിൽ ഭക്ഷണം വിഴുങ്ങുമ്പോൾ ധാരാളം വായുവും അകത്തെത്തും. മിതഭക്ഷണം ശീലമാക്കുക. സമയത്ത് ഭക്ഷണം കഴിക്കുക. പുകവലി ഒഴിവാക്കുക. പുകവലിക്കുമ്പോൾ കൂടുതൽ വായു അകത്തേക്ക് എത്തും. പുകവലി ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യും. പയറുവർഗ്ഗങ്ങൾ കുതിർത്ത് തൊലി പൊട്ടിയ ശേഷമോ വറുത്തതിന് ശേഷമോ സേവിക്കുന്നത് ഗ്യാസ് പ്രശ്നം കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായകരമാണ്. കൃത്യമായ വ്യായാമം ദഹനത്തെ മെച്ചപ്പെടുത്തും. ഇതുവഴി ഗ്യാസ് നിറയുന്നതും ഒഴിവാക്കാം. സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും മെയ് അനങ്ങാത്തവരിലും ഗ്യാസിന്റെ പ്രശ്നം കൂടുതലായിരിക്കും. ചിട്ടയായ വ്യായാമമാണതിന് പരിഹാരം. മസാല അടങ്ങിയ ഭക്ഷണം കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കും. ഇത് വയറ്റിൽ ഗ്യാസ് നിറയാൻ കാരണമാകും. അമിതമായ മസാലകൾ ഒഴിവാക്കുക. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതിനാൽ ഇവയും ഗ്യാസ് നിറയാൻ കാരണമാകും. കാർബണേറ്റഡ് പാനീയങ്ങളിലെ വായു കുമിളകൾ വയറ്റിൽ തങ്ങി നിൽക്കും. കൂടുതൽ മധുരമടങ്ങിയ ജ്യൂസുകളും മധുര പദാർത്ഥങ്ങളും പരമാവധി കുറയ്ക്കുക. ചായ, കാപ്പി എന്നിവ അധികമായി കഴിക്കരുത്. മദ്യപാനം ഒഴിവാക്കുക. അടുക്കളയിലെ മരുന്നുകൾ. അയമോദകം. അയമോദകത്തിൽ അടങ്ങിയിട്ടുള്ള തൈമോൾ ദഹനത്തെ സഹായിക്കുന്നു. അയമോദകം ഇട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കും. ജീരകം. ജീരകത്തിലെ എസൻഷ്യൽ ഓയിലുകൾ ഉമിനീർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് ദഹനം സുഗമമാക്കുകയും ഗ്യാസ് അമിതമാവാതെ സഹായിക്കുകയും ചെയ്യും. കായം. കായം കുടലിലെ ഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ വളർച്ചയെ തടയുന്നു. ഇളം ചൂടുവെള്ളത്തിൽ കായം ചേർത്ത് കഴിക്കുന്നത് ഗ്യാസ് കുറയ്ക്കും. ഇഞ്ചി. ഇഞ്ചിയും ഗ്യാസിനുള്ള പ്രകൃതിദത്ത മരുന്നാണ്. ഭക്ഷണശേഷം ഇഞ്ചി കഴിക്കുന്നതും ഇഞ്ചി ചായ കുടിക്കുന്നതും നല്ലതാണ്.